കഴിഞ്ഞ ദിവസം നമ്മൾ ഫൈക്കിംഗ്ടൺ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. +1 ബോട്ടണിയുടെ ടോപ്പിക്കിൽ ഫൈക്കിംഗ്ടൺ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ 5 കിങ്ഡം ഏതൊക്കെയാണ്? കിങ്ഡം മൊനീറ ഉണ്ട്, പ്രോട്ടിസ്റ്റ ഉണ്ട്, ഫംഗൈ ഉണ്ട്, പ്ലാന്റേ ഉണ്ട്, അനിമേലിയ ഉണ്ട്. ഇങ്ങനെ 5 കിങ്ഡത്തിനെ കുറിച്ചാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അതിൽ കിങ്ഡം മൊനീറ എന്താണ് എന്ന് പഠിച്ചു. യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ് എന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസ്, മറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നെക്സ്റ്റ് കിങ്ഡം പ്രോട്ടിസ്റ്റ, രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. എന്തുവാണ്? യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്ടിക് ആണ്, അക്വാട്ടിക് ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ ഒരു സെല്ല്, ഏകകോശ ജീവികളാണ്. അതുപോലെ തന്നെ എന്താണ്? യൂകാരിയോട്ടിക് എന്താണ്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയർ മെമ്പറേൻ കാണും. ട്രൂ ന്യൂക്ലിയസ് ആയിരിക്കും. ന്യൂക്ലിയസിന് എന്ത് കാണും? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയർ മെമ്പറേൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ ആ സെല്ലിനകത്ത് മെമ്പറൈൻ ബൗണ്ടഡ് ഓർഗനലീസ് പ്രസന്റ് ആയിരിക്കും. ഈ ഫീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ ആ സെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂകാരിയോട്ടിക് സെൽ എന്ന് പറയാം. പ്രോട്ടിസ്റ്റയില് പ്രധാന ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. യൂണിസെല്ലുലാർ ആയിരിക്കും ഓർഗാനിസം, യൂകാരിയോട്ടിക് ആയിരിക്കും, ജനറലി അവ അക്വാട്ടിക് ഓർഗാനിസം ആയിരിക്കും. പ്രോട്ടിസ്റ്റയുടെ ഒരു പ്രത്യേകത, മറ്റ് കിങ്ഡത്തിൽ നിന്നും പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഓർഗാനിസത്തിന് പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡത്തിലുള്ള ഓർഗാനിസമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അനിമേലിയ വിഭാഗത്തിൽ നോക്കിയാൽ സിമിലാരിറ്റി ഉണ്ട്. ഫംഗൈ ലൈക്ക് ഓർഗാനിസം ഉണ്ട്. അതായത് മറ്റ് കിങ്ഡവുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഈ പ്രോട്ടിസ്റ്റൻസിന്റെ ഇതെന്ന് പറയുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, അക്വാട്ടിക് ഓർഗാനിസം ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും സെൽസിന്റെ ഫ്യൂഷൻ, അതായത് ടിപ്പിക്കൽ ഗാമേറ്റ് അല്ലെങ്കിൽ ഗാമേറ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് സെല്ല് വരികയും അതിന്റെ ഫ്യൂഷൻ നടക്കുകയും സൈഗോട്ട് ഫോർമേഷൻ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്ത് പല ഗ്രൂപ്പുകളായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ക്രൈസോഫൈറ്റ എന്ന് പറയും. നെക്സ്റ്റ് ഡൈനോഫ്ലജലേറ്റ്സ്, നെക്സ്റ്റ് യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോമൻസ്. അപ്പൊ 5 ഗ്രൂപ്പുകളായിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോമൻസ്. ഇതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും പഠിക്കാം. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയും. ക്രൈസോഫൈറ്റ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ആദ്യത്തെ ഗ്രൂപ്പിനെ നമ്മൾ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയും. ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡയാറ്റംസ്, മറ്റൊന്ന് ഡെസ്മിഡ്സ് അല്ലെങ്കിൽ അതിനെ ഗോൾഡൻ ആൽഗെ എന്ന് പറയും. കൂടുതലും ഫോട്ടോസിന്തറ്റിക് ആയിട്ട് വരുന്ന ഒരു പ്രോട്ടിസ്റ്റൻ ആണ് എന്താ? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാസീവായിട്ട് വാട്ടർ കറണ്ടിൽ അത് ഫ്ലോ ചെയ്ത് കാണപ്പെടും. ആ രീതിയിൽ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഓർഗാനിസത്തിന്, അങ്ങനെയുള്ള ഓർഗാനിസം മൈക്രോസ്കോപ്പിക് ആണ്, പാസീവ്ലി ഫ്ലോട്ട് ഇൻ വാട്ടർ കറൻസ്. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ പൊതുവെ പ്ലാങ്ക്ടൺസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം 2 തരത്തിലുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഉണ്ട്, സുവോ പ്ലാങ്ക്ടൺസും ഉണ്ട്. ആക്റ്റീവ്ലി സ്വിമ്മിങ് പ്ലാന്റ് ലൈക്ക് ഓർഗാനിസത്തിന് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. അനിമൽ ലൈക്ക് ഓർഗാനിസത്തിന് നമ്മൾ സുവോ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. ഇത് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയാം. അതുകൂടാതെ ക്രൈസോഫൈറ്റ വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓഷന്റെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പും കൂടെയാണ്. അപ്പൊ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി ഓഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഡയാറ്റംസ് അല്ലെങ്കിൽ ക്രൈസോഫൈറ്റ്സ് വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസം ആണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ സെൽവാൾ എന്ന് പറയുന്നത് സിലിക്ക കൊണ്ട്
ഉണ്ടാക്കിയ സെൽവാളാണ്. എസ്പെഷ്യലി ഡയാറ്റത്തിന്റെ സെൽവാൾ എന്ന് പറയുന്നത് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. പെട്ടെന്ന് നശിപ്പിക്കാനൊന്നും പൊട്ടിച്ചു കളയാനൊന്നും പറ്റാത്ത രീതിയിൽ വളരെ ഹാർഡായിട്ടുള്ള കണ്ടന്റ് ആണ് സെൽവാൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഡയാറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെൽവാള് നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് അതിന്റെ സെൽവാള് കാണുന്നത്. സോപ്പ് ബോക്സ് അറിയാമല്ലോ, സോപ്പ് ഇട്ട് വെക്കുന്ന ബോക്സ്, അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്ന ബോക്സ്. അതുപോലെയാ ഡയാറ്റത്തിന്റെ കേസിൽ ഒരു അപ്പർ ലിഡും ഉണ്ട്, അതുപോലെ ഒരു ലോവർ ലിഡും ഉണ്ട്. അപ്പം സെൽവാൾ എന്ന് പറയുന്നത് എന്താണ്, സിലിക്കേറ്റഡ് ആണ്. അത് എങ്ങനെയാണ്, ഇറ്റ് ലുക്ക് ലൈക്ക് ദ ലിഡ്സ് ഓഫ് എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സിന്റെ ലിഡ്സിനെ പോലെയാണ് ഡയാറ്റത്തിന്റെ സെൽവാള് കാണുന്നത്. ഇനി ഡയാറ്റംസിന്റെ ഹാബിറ്റാറ്റിൽ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് സെൽവാൾ ഡിപ്പോസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഡയാറ്റംസ് ഉള്ളിടത്തെല്ലാം തന്നെ എന്താണ്, ഡെത്തൊക്കെ സംഭവിക്കുമ്പോൾ സെൽവാൾ അവിടെ ബോട്ടത്തിൽ അക്യൂമുലേറ്റ് ചെയ്യും. ഈ അക്യൂമുലേഷൻ ഓഫ് സെൽവാൾ ഡിപ്പോസിറ്റ്സ് ആണ് വളരെയധികം കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. ഇതിനെ നമ്മൾ ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഡയാറ്റമേഷ്യസ് എർത്തിന് ഒരു ഗ്രിറ്റിനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പോളിഷിങ്ങിനും അതുപോലെ ഓയിലും സിറപ്പും ഒക്കെ ഫിൽറ്റർ ചെയ്യാനും യൂസ് ചെയ്യുന്നു. അപ്പൊ ക്രൈസോഫൈറ്റ്സിന്റെ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഡയാറ്റമേഷ്യസ് എർത്ത് ആണ്. എന്താണ് അതുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, അതിന്റെ ഒരു ഗ്രിറ്റിനെസ്, ഒരു തിളക്കമുണ്ട്. അതുകൊണ്ട് അതെന്തിനു ഉപയോഗിക്കുന്നു, പോളിഷിങ്ങിന് അതുപോലെ ഓയിലും സിറപ്പും ഒക്കെ ഫിൽറ്റർ ചെയ്യാനും യൂസ് ചെയ്യുന്നു എന്ന് പറയും. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഓഷൻ ആണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡയാറ്റംസും അതുപോലെ ഡെസ്മിഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ആൽഗയുമാണ്. ഫ്രഷ് വാട്ടറിലും മറൈൻ ഹാബിറ്റാറ്റിലും ഒരുപോലെ കാണപ്പെടുന്ന ഓർഗാനിസം ആണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓർഗാനിസം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്, 2 മെമ്പേഴ്സ് പറഞ്ഞു, ഡയാറ്റംസും അതുപോലെ ഡെസ്മിഡ്സ് അഥവാ ഗോൾഡൻ ആൽഗയും. പിന്നെ അതിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലായില്ലേ. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ്. ഡൈനോഫ്ലജെല്ലേറ്റ്സിന്റെ പ്രത്യേകത അത് മോസ്റ്റ്ലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ അത് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റുമാണ്. അതായത് പ്ലാന്റ്സിനെ പോലെ എന്ത് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗാനിസവുമാണ്. അതുപോലെ തന്നെ സെൽവാൾ എന്ന് പറയുന്നത്, സെൽവാൾ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള സെല്ലുലോസിക് പ്ലേറ്റ്സ് ആയിട്ടാണ് ഇവിടെ സെല്ലുലോസ് കാണപ്പെടുന്നത്. സെല്ലുലോസിക് സെൽവാൾ ആണ്. അതെങ്ങനെ കാണുന്നു, പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഡൈനോഫ്ലജെല്ലേറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല കളേഴ്സിലുള്ള ഡൈനോഫ്ലജെല്ലേറ്റ്സ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓർ ടൈപ്പ് ഓഫ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഇറ്റ്. ഏത് ടൈപ്പ് പിഗ്മെന്റ് ആണോ കാണുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡൈനോഫ്ലജെല്ലേറ്റ്സിനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് യെല്ലോ കളറിൽ പിഗ്മെന്റ് ഉള്ള യെല്ലോ ഡൈനോഫ്ലജെല്ലേറ്റ്സ് ഉണ്ട്, ഗ്രീൻ ഡൈനോഫ്ലജെല്ലേറ്റ്സ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ റെഡ് കളറിലുള്ള ഡൈനോഫ്ലജെല്ലേറ്റ്സും ഉണ്ട്. അപ്പം വേരിയസ് ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ക്യാരി ചെയ്യുന്നു. ആ പിഗ്മെന്റ്സിന്റെ കളർ അനുസരിച്ച് ഡൈനോഫ്ലജെല്ലേറ്റ്സിനെ നമുക്ക് പല രീതിയിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഡൈനോഫ്ലജെല്ലേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. കൂടുതലും മറൈൻ ഹാബിറ്റാറ്റ് ആണ് കാണിക്കുന്നത്, ഫോട്ടോസിന്തറ്റിക് ആണ്. സെൽവാൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, സെല്ലുലോസിക് പ്ലേറ്റ്സുകളായിട്ടാണ് കാണപ്പെടുന്നത്. പൊതുവെ ഓർഗാനിസം എന്ന് പറയുന്നത് ബൈഫ്ലജെലേറ്റഡ് ആണ്, 2 ഫ്ലജെല്ല ഉള്ള ഓർഗാനിസം ആണ്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്ലജെല്ല ഇങ്ങനെ ലോഞ്ചിറ്റ്യൂണൽ ആയിട്ട് കാണും. സെക്കൻഡ് ഫ്ലജെല്ല എന്ന് പറയുന്നത് ഈ സെൽ പ്ലേറ്റുകളായിട്ടല്ലേ സെല്ലുലോസിക് വാള് കാണുന്നത്. ഈ സെൽ പ്ലേറ്റിന്റെ ഇടയിൽ ഗ്രൂവ്സ് കാണും. ഈ ഗ്രൂവ്സിനുള്ളിലായിട്ടാണ് ഒരു ഫ്ലജെല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഫ്ലജെല്ല ഉണ്ട്, ഒരു ഫ്ലജെല്ല ലോഞ്ചിറ്റ്യൂണലും മറ്റൊന്ന് സെൽ പ്ലേറ്റിന്റെ ഇടയിലുള്ള ഗ്രൂവിനകത്തുമാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ബൈഫ്ലജെലേറ്റഡ് ഓർഗാനിസം ആണ് എന്ന് പറയും. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ടൈമിൽ, അതായത് ഫിഷൻ അല്ലെങ്കിൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇത് ഉൾക്കൊള്ളുന്ന അതിന്റെ ആ ഹാബിറ്റാറ്റിൽ, അതിന്റെ സറൗണ്ടിങ്സിൽ അത് അതിന്റെ പിഗ്മെന്റ് സെക്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ റെഡ് ഡൈനോഫ്ലജെല്ലേറ്റ്സിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർഗാനിസം ആണ് ഗോണി ആലക്സ് എന്ന് പറയും. ഇപ്പൊ ഗോണി ആലക്സ് എന്ന് പറയുന്ന റെഡ് ഡൈനോഫ്ലജെല്ലേറ്റിന്റെ പ്രത്യേകത
അത് റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സറൗണ്ടിങ് ഏരിയയിൽ എന്ത് സെക്രീറ്റ് ചെയ്യും? ആ പിഗ്മെന്റ്, റെഡ് കളേർഡ് പിഗ്മെന്റ് അത് സെക്രീറ്റ് ചെയ്യും. ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. അത് മറ്റ് അക്വാട്ടിക് അനിമൽസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള പിഗ്മെന്റ് ആണ് ഈ ടോക്സിക് പിഗ്മെന്റ് എന്ന് പറയുന്നത്. റെഡ് ഡൈനോഫ്ലിജലേറ്റ്സ് ആണ് ഈ ഫിനോമിനൻ കാണിക്കുന്നതെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ റെഡ് ടൈഡ് എന്നാണ് പറയുന്നത്. അപ്പൊ റെഡ് ടൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് അതിന്റെ ചുറ്റിനുമുള്ള ഏരിയയിൽ എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? റെഡ് കളേർഡ് പിഗ്മെന്റ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ പിഗ്മെന്റ് ഹൈലി ടോക്സിക് ആണ്. അതുകൊണ്ടാണ് മറ്റ് അക്വാട്ടിക് അനിമൽസ് എല്ലാം തന്നെ ചത്തൊടുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഫിനോമിനെ നമുക്ക് എന്ത് വിളിക്കാം? റെഡ് ടൈഡ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇപ്പൊ ഡൈനോഫ്ലജലേറ്റ്സിന്റെ പ്രത്യേകത കൂടുതലും മറൈൻ ആണ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്, പ്രോട്ടിസ്റ്റ് ആണ്, അതുപോലെ സെൽവാള് സെല്ലുലോസിക് സെൽ പ്ലേറ്റ്സുകളായിട്ടാണ് കാണപ്പെടുന്നത്. ബൈഫ്ലജലേറ്റഡ് ആണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും മറ്റൊന്ന് ഗ്രൂവിനുള്ളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. പല കളറിൽ, യെല്ലോ കളറിലും ഗ്രീൻ കളറിലും റെഡും ബ്ലൂവും ബ്രൗൺ കളറിലും ഒക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് അനുസരിച്ച് പലതരത്തില് ഡൈനോഫ്ലജലേറ്റ്സ് ഉണ്ട്. പ്രോട്ടിസ്റ്റ ഗ്രൂപ്പില്, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തില് നമ്മൾ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ഡൈനോഫ്ലജലേറ്റ്സ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് വാട്ടറിൽ കാണപ്പെടുന്ന ഓർഗാനിസമാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ യൂഗ്ലിനോയിഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ സെൽവാള് കൂടാതെ ഒരു പ്രോട്ടീനേഷ്യസ് വാൾ ലെയറും കൂടെ ഈ യൂഗ്ലിനോയിഡ്സിന് ഉണ്ട്. പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഈ വാൾ ലെയറിനെ നമ്മൾ പെല്ലിക്കിൾ എന്നാണ് പറയുന്നത്. ഈ പെല്ലിക്കിളിന്റെ പ്രസൻസ് ബോഡി ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഓർഗാനിസത്തിനെ സഹായിക്കുന്ന ഒരു വാൾ ലെയർ ആണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. പൊതുവെ ബൈഫ്ലജലേറ്റഡ് ഓർഗാനിസം ആണ്. നേരത്തെ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ഫ്ലജലായും ഒരു ലോങ് ഫ്ലജലായും ഓർഗാനിസത്തിനുണ്ട്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം എന്നും പറയുന്നുണ്ട്, അനിമൽ ലൈക്ക് ഓർഗാനിസം എന്നും പറയുന്നുണ്ട്. പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം എന്ന് പറയാൻ കാരണം ഇതിൽ ഹയർ പ്ലാന്റ്സിൽ ഉള്ളതുപോലെ തന്നെ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പ്രസൻസിൽ ഓർഗാനിസം ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. അതിന്റെ ആഹാരം പാകം ചെയ്യാനായിട്ട്, സ്വയം പാകം ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഓർഗാനിസം എന്താണ്? പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം ആണ്. എന്നാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈഫ് ഇറ്റ് ലീവ് ആസ് എ ഹെറ്ററോട്രോഫ്. മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. ആ ഒരു അർത്ഥത്തിൽ എന്താണ്? അനിമൽ ലൈക്ക് ഓർഗാനിസം ആണ്. അപ്പോൾ യൂഗ്ലിനോയിഡ്സ് മേ ബി എ പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം ഓർ ആൻ അനിമൽ ലൈക്ക് ഓർഗാനിസം. നെക്സ്റ്റ് സ്ലൈം മോൾസ് ആണ്. സ്ലൈം മോൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മോൾഡ് എന്ന് വെച്ചാൽ ഫംഗൈ ലൈക്ക് ഓർഗാനിസം ആണ്. ഫംഗൽ ബോഡി, ഫിലമെന്റസ് നേച്ചറിലുള്ള ഫംഗൽ ബോഡി, അതായത് ഹൈഫേ പോലെ ഇരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഫംഗസിനെ പോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഫ്രൂട്ടിംഗ് ബോഡീസും സ്പോർട്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ഇതിനെ മോൾഡ് ലൈക്ക് അല്ലെങ്കിൽ ഫംഗൈ ലൈക്ക് ഓർഗാനിസം എന്ന അർത്ഥത്തിലാണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. ജനറലി ഇത് സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ഡീക്കേയിങ് ആയിട്ടുള്ള മെറ്റീരിയലിൽ ശരിക്കും പറഞ്ഞാൽ അഗ്രിഗേറ്റഡ് മാസ് ആയിട്ടാണ്, സെൽ അഗ്രിഗേറ്റഡ് മാസ് ആയിട്ടാണ് ഈ ഫംഗൈ കാണപ്പെടുന്നത്. ആ അവസ്ഥയിൽ നമ്മൾ ഓർഗാനിസത്തിന്റെ ഈ കണ്ടീഷനെ നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയും. എന്നാൽ കണ്ടീഷൻസ് അൺഫേവറബിൾ ആകുമ്പം ഈ പ്ലാസ്മോഡിയൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഓരോ സെല്ലും ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറുകയും അതിനുള്ളിൽ അത് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ ഈ സ്പോർട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിക്ക് വാൾഡ് ആണ്, ട്രൂ വാൾഡ് ആയിട്ടുള്ള സ്പോർട്സ് ആണ്, ഹൈലി റെസിസ്റ്റന്റ് ആണ്. എത്ര വർഷം വേണമെങ്കിലും ഡോർമെന്റ് കണ്ടീഷനിൽ അതിന് ഇരിക്കാൻ കഴിയും. എന്നാൽ കണ്ടീഷൻസ് എപ്പോഴാണോ ഫേവറബിൾ ആകുന്നത് അപ്പം വീണ്ടും അതിനെന്താണ് സ്പ്രെഡ് ചെയ്ത് ഒരു മൈസീലിലേക്ക് അല്ലെങ്കിൽ ഒരു മോൾഡിലേക്ക് സ്ട്രക്ചറായിട്ട് മാറാൻ കഴിയും. എന്ന് പറയുന്ന കിങ്ഡത്തിലെ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ആണ്.
ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിന് നമുക്ക് എന്താണ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ് എന്ന് പറയാം. അനിമൽ കിങ്ഡവുമായിട്ട് വളരെയധികം റിലേഷൻഷിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓർഗാനിസം എല്ലാം തന്നെ ഹെറ്ററോട്രോഫ്സ് ആണ്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്ന ഓർഗാനിസമാണ്. ഇതിൽ തന്നെ കൂടുതലും സാപ്രോഫൈറ്റ്സും വരുന്നുണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ പാരസൈറ്റ്സും വരുന്നുണ്ട്. സാപ്രോഫൈറ്റ്സും വരുന്നുണ്ട്, പാരസൈറ്റ്സും വരുന്നുണ്ട്. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ അഴുകി കിടക്കുന്ന വസ്തുക്കളിൽ വസിക്കുന്നവയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ പാരസൈറ്റ്സ് എന്ന് വെച്ചാലോ ലിവിങ് ബോഡിയെ അറ്റാക്ക് ചെയ്ത് ഫുഡ് അബ്സോർബ് ചെയ്യുകയും ഒപ്പം ഡിസീസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗാനിസമാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡിന് വേണ്ടി മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഹെറ്ററോട്രോഫ്സ്. അതിൽ ഡീക്കേയിങ് മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. ലിവിങ് ബോഡിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതോടൊപ്പം അവിടെ എന്തുണ്ടാക്കുന്നു? ഡിസീസ് കോസ് ചെയ്യുന്നു, അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പാരസൈറ്റ്സ് എന്ന് പറയും. ഇനി ഈ ഒരു ഗ്രൂപ്പ് പ്രോട്ടോസോവൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വീണ്ടും ക്ലാസിഫൈ ചെയ്ത് 4 ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് ഫൈനലി സ്പോറോസോവൻസ്. ഇങ്ങനെ 4 ഗ്രൂപ്പുകളാണുള്ളത്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, ഫ്ലജെല്ലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട് ആൻഡ് ഫൈനലി സ്പോറോസോവൻസ്. പ്രോട്ടോസോവൻസിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ. അപ്പൊ കൊച്ചു ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ അമീബയെ കുറിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ എന്താണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്? അമീബോയിഡ് പ്രോട്ടോസോവൻ പൊതുവെ എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും അതോടൊപ്പം തന്നെ മോയിസ്റ്റ് സോയിലിലും ഒക്കെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ സാപ്രോഫൈറ്റ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ പാരസൈറ്റ്സും വരുന്നുണ്ട്. അതിൽ അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ലോക്കമോഷൻ അല്ലെങ്കിൽ ഫുഡ് അബ്സോർഷന് സഹായിക്കുന്ന പ്ലാസ്മ മെമ്പറൈൻ ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതായത് പ്ലാസ്മ മെമ്പറൈൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത ഫൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്നു. ഫൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്നതിന് നമ്മൾ എന്ത് പറയും? സ്യൂഡോപോഡിയ എന്നാണ് പറയുന്നത്. സ്യൂഡോ മീൻസ് ഫാൾസ് എന്നാണ് അർത്ഥം. പോഡ മീൻസ് ഫൂട്ട്. ഫാൾസ് ഫൂട്ടഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മ മെമ്പറൈൻ ഫോൾഡ് ചെയ്ത് ഫുഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. എന്നാൽ ഇതെന്തല്ല? ട്രൂ ഫുഡ്സ് അല്ല. അപ്പൊ ഫാൾസ് ഫൂട്ട് എന്നർത്ഥം വരുന്ന സ്യൂഡോപോഡിയ എന്നാണ് ഈ പ്ലാസ്മ മെമ്പറൈൻ ഇൻഫോൾഡിങ്സിനെ പറയുന്നത്. ഇതുപയോഗിച്ച് ലോകമോഷൻ നടത്താനും അതുപോലെ പ്രഡേഷൻ, പ്രേയെ പിടിക്കാൻ, ഫുഡ് മെറ്റീരിയൽ എൻഗൾഫ് ചെയ്യാനും ഓർഗാനിസത്തിന് സഹായിക്കുന്നു. അമീബ എന്ന് പറയുന്നത് ഈ ഇതിന് ഒരു എക്സാമ്പിളാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചില മെമ്പേഴ്സിൽ സെൽവാളിനകത്ത് സിലിക്കയുടെ പ്രസൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എൻഡമീബ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന മറ്റൊരു മെമ്പറാണ്. എൻഡമീബ ഒരു പാരസൈറ്റിക് മോഡ് ഓഫ് അഡാപ്റ്റേഷൻ കാണിക്കുന്ന ഓർഗാനിസമാണ്. അപ്പൊ സാക്രോഫൈറ്റ്സും വരുന്നുണ്ട്, പാരസൈറ്റ്സും വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫാൾസ് ഫൂട്ടഡ് ഓർഗാനിസം. ഈ ഫാൾസ് ഫൂട്ട് എന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പറിന്റെ ഫോൾഡിങ്സ് ആണ്. ഈ ഫോൾഡിങ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്യൂഡോപോഡിയ എന്ന് പറയും. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ഈ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസിലും ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസവും ഉണ്ട്, എന്നാൽ പാരസൈറ്റ്സും ഉണ്ട്. നമുക്ക് ഈ ഗ്രൂപ്പിൽ പഠിക്കാനുള്ള ഒരു ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് പാരസൈറ്റ് ആണ്. പാരസൈറ്റിനെ നമ്മൾ ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയും. ട്രിപ്പാനോസോമ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ് ആണ് ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറെ നമ്മൾ സെസേഫ്ലൈ എന്നാണ് പറയുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ് ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ആ പേരിൽ അർത്ഥമാക്കുന്നത് പോലെ തൗസൻഡ്സ് ഓഫ് സീലിയ കൊണ്ട് കവർ ചെയ്ത അക്വാട്ടിക് ഓർഗാനിസം ആണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ഈ സീലിയയുടെ മൂവ്മെന്റ്, അതായത് കോർഡിനേറ്റഡ് മൂവ്മെന്റ് എന്ന് പറയാം. സീലിയ മൊത്തം
പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് സറൗണ്ടിങ്ങിൽ നിന്നുള്ള വാട്ടറിനോടൊപ്പം ഫുഡ് മെറ്റീരിയലും ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്യാൻ അകത്തേക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഓറൽ ഗ്രൂവ് വഴി, ഒരു മൗത്ത് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഓറൽ ഗ്രൂവ് ബോഡി സർഫസിലുണ്ട്. അതിനുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനെ നമ്മൾ ഗള്ളറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ വാട്ടറിനോടൊപ്പം തന്നെ ഈ കോർഡിനേറ്റഡ് മൂവ്മെന്റ്, സീലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് കൊണ്ട് വാട്ടറിനോടൊപ്പം എന്ത് ചെയ്യുന്നു, ഫുഡ് മെറ്റീരിയലും ബോഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ആ ഫുഡ് എൻ്റർ ചെയ്യുന്ന ക്യാവിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗള്ളറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ എക്സാമ്പിൾ സീലിയേറ്റഡ് പ്രോട്ടോസോവനിൽ വരുന്നത് പാരമീസിയം ആണ്. ഈ പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിലെ പ്രോട്ടോസോവൻസിലെ ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പോറോസോവൻസ് ആണ്. സ്പോറോസോവൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പാരസൈറ്റ്സ് ആണ്. പ്രോട്ടോസോവൻസ് വിഭാഗത്തിൽ വരുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള പാരസൈറ്റിക് ഗ്രൂപ്പാണ് സ്പോറോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ കോംപ്ലിക്കേഷൻ ഉള്ള ലൈഫ് സൈക്കിൾ ആണ്. ഒന്നിൽ കൂടുതൽ ഹോസ്റ്റിലാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ലൈക്ക് സ്ട്രക്ചർ ലൈഫ് സൈക്കിളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോസ്റ്റ് കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയും. പ്ലാസ്മോഡിയം വൈവാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. മലേറിയൽ പാരസൈറ്റ്, മലേറിയ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നതാണ്. മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്. നേരത്തെ ഒരു പ്ലാസ്മോഡിയം പറഞ്ഞാണ്, എന്താണ്, സെൽ അഗ്രിഗേറ്റഡ് മാസ് ഓഫ് സ്ലൈം മോൾസിനെയാണ് നമ്മൾ പ്ലാസ്മോഡിയം, കണ്ടീഷനെയാണ് അവിടെ നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഇവിടെ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് സ്പോറോസോവൻസ് വിഭാഗത്തിൽ വരുന്ന ഒരു പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. മലേറിയ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഡിഫറെന്റ് ചെറിയ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലെ ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, അതിനകത്ത് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെയാണ്, ഡയാറ്റംസും അതുപോലെ ഗോൾഡൻ ആൽഗി അഥവാ ഡെസ്മിഡ്സുമാണ് പറഞ്ഞത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊരു ഫീച്ചറും കൂടെ പറഞ്ഞു, ഡയറ്റമീഷ്യസ് എർത്തിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിച്ച ഗ്രൂപ്പ് ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ്. അത് കൂടുതലും മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണെന്ന് പറഞ്ഞു. അവിടെ എടുത്തു പറഞ്ഞത് ഗോണി ആലക്സ് എന്ന് പറഞ്ഞ റെഡ് ഡൈനോഫ്ലജെല്ലേറ്റിനെ കുറിച്ചും റെപ്റ്റൈഡ് എന്താണ് എന്നുമാണ് പറഞ്ഞത്. പിന്നെ യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു. പ്ലാന്റ് ലൈക്ക് ഓർഗാനിസവുമാണ്, അനിമൽ ലൈക്ക് ഓർഗാനിസവും എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. സ്ലൈമോൾഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫംഗൈ ലൈക്ക് ഓർഗാനിസം ആണ്. പിന്നീട് നമ്മൾ എന്താണ് പറഞ്ഞത്, പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അമീബോയിഡ് പ്രോട്ടോസോവൻസും ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, സ്പോറോസോവൻസ്, ഈ പറഞ്ഞ 4 ഗ്രൂപ്പിന്റെയും എക്സാമ്പിളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഡൈനോഫ്ലജെല്ലേറ്റ്സ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വരുന്ന എല്ലാ ആ കിങ്ഡത്തിൽ വരുന്ന എല്ലാ ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം.